എന്താടാ പേടിപ്പിക്കോ? വീടല്ലേ, പോവാലോ. ചേച്ചി നമസ്കാരം, ഞാൻ രമേശ്. രമേശ്? ഏത് രമേശ്? വട്ടക്കണ്ടി അല്ല, വട്ടൽക്കണ്ടി രമേശ്. നമ്മുടെ മണ്ഡലത്തിൻ്റെ പുതിയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പാർട്ടികളെയും വൃത്തർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പുതിയ പാർട്ടി CPM. എടാ CPM മുന്നേയുള്ള പാർട്ടിയല്ലേ? എന്താ ആളെ കളിയാക്കുന്ന? അതല്ല, CPM എന്ന് വെച്ചാൽ ചുവപ്പും വേണ്ട, പച്ചയും വേണ്ട, മഞ്ഞയും വേണ്ട, CPM. അതെ. ചെക്കൻ്റെ കാഞ്ഞ ബുദ്ധി തന്നെ. അപ്പം നിങ്ങളുടെ രണ്ടുപേരുടെയും വിലയേറിയ വോട്ട് ഈ രമേശന് തരണം. എടാ ഇത് സ്ഥലം വേറെയാ, കുറച്ച് പൈസക്കാ. മറ്റു പാർട്ടിക്കാർ അറിഞ്ഞാലുണ്ടല്ലേ മൂന്നിനും കൊള്ളും. കൊണ്ട് മെല്ലെ ചെല്ലി മനുഷ്യൻ്റെ ഓർക്കവും ആടെ മക്കൾ നിങ്ങളിപ്പം പോയിട്ട് പിന്നെ വാ, പിള്ളേരെല്ലാം ഉറക്കണം. പിന്നെ രാത്രി കടിച്ച് ഉറക്കൂല. അല്ല, ശിശുക്ഷേമം നമ്മൾ എന്തായാലും പരിഗണിക്കണമല്ലോ. ആ, ഇതാണ് ഞങ്ങളുടെ ചിഹ്നം. ചെയ്താൽ മതി. ഇതിലെവിടാ ചിഹ്നം? അതാണ് ഞങ്ങളുടെ ചിഹ്നം, കാലിക്കള്ളാസ്. കടലാസ്. അതെ, അത് നമ്മൾ പ്രിന്റിൻ്റെ പൈസ ലാഭിക്കാലോ. ഓ, പിന്നെയും ചെക്കൻ്റെ കാഞ്ഞ ബുദ്ധി തന്നെ. ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് വരാം. ബാക്കിയുള്ള കാര്യം എനിക്ക് തീരുമാനിക്കാം നമുക്ക്. ഓക്കെ. ഇതെന്താ ചേട്ടൻ്റെ മീറ്റിംഗ് ഇന്ന് നേരത്തെ കഴിഞ്ഞാ? അതൊക്കെ കഴിഞ്ഞു. ഇവന്മാരാരാ? അത് വോട്ട് ചോദിച്ചു വന്ന പാമ്പിള്ളേരപ്പം. അയാളോടെ പോയി. ഇവിടെ അതെല്ലാം പറയാം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടേ. ചേട്ടൻ്റെ വിലയേറിയ വോട്ട് വേണം. വോട്ടും കുഴപ്പമൊന്നുമില്ല. പാർട്ടിക്കാരൻ്റെ വീട്ടിൽ തന്നെ വോട്ട് ചോദിക്കുന്നത്. വിട്ടോ ഒരു പിള്ളേർ ഉറങ്ങിയോ? ആ, നേരത്തെ ഉറക്കി. നേരത്തെ ഉറങ്ങിയോ? ചോറെടുത്ത് നോക്ക്. ആ, ചിഹ്നം മറക്കണ്ട, അടുത്ത മീറ്റിങ്ങിൽ കാണാം. രമേശോട്ടാ, ഇത് മറ്റേതാ. പോവാം. കാര്യം മനസ്സിലായി. ഈ ബൂത്തിലാണല്ലേ സ്ഥിരം വോട്ട്. അങ്ങനെയൊന്നുമില്ല. ചേട്ടൻ ഏത് മണ്ഡലത്തിലാ? ഞാൻ വേറെ മണ്ഡലത്തിലാ. കള്ളവോട്ടാണല്ലേ? ആരോടും പറയണ്ട. ചേച്ചിയുടെ വോട്ട് ഞാൻ വാങ്ങിത്തരാം. സമാധാനം. അപ്പം മൊത്തത്തിൽ 4 വോട്ടായി.